അപ്പോഴേ മറന്നോ? കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വിശേഷം എന്തായിരുന്നു? നമ്മൾ എന്ത് വിശേഷമായിരുന്നു പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്? അതേ, കാരാകുറിശി തോട്ടിങ്ങൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിൻ്റെ വിശേഷങ്ങളായിരുന്നു അല്ലേ നമ്മൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അവസാനം ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടായിരുന്നോ? അതെന്താണെന്നുള്ളത് ഓർമ്മ ഉണ്ടോ? അതായത് ഈ വിശേഷം ഇവിടെ അവസാനിക്കുന്നില്ല, ഇതിൻ്റെ ബാക്കി വിശേഷവുമായി നമുക്ക് നാളെ കാണാം എന്നൊരു വാക്ക് ഞാൻ തന്നിരുന്നു അല്ലേ. ആ വാക്ക് പാലിച്ചുകൊണ്ട് ഞാനിതാ ഇന്നും എത്തിയിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ മുന്നിലേക്ക്. അതായത് ഈ എന്താ പറയുക, തൈപ്പൂയ മഹോത്സവത്തിൻ്റെയൊക്കെ അവസാനമായിട്ട് ഒരു അടിപൊളി കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആ കൈകൊട്ടിക്കളിയാണ് കേട്ടോ അപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യാം, നിർഭാഗ്യവശാൽ അതിൻ്റെ ആ ഒരു ഡാൻസിൻ്റെ ഈ ഒരു പെർഫോമൻസിൻ്റെ സോങ് ഫുൾ സൗണ്ടിൽ ഇട്ടുകൊണ്ട് എനിക്കിത് കാണിച്ചു തരാനോ കേൾപ്പിച്ച് തരാനോ സാധ്യമല്ല. കാരണം അറിയാലോ, നമ്മുടെ യൂട്യൂബ് കോപ്പിറൈറ്റ് തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ചെറിയൊരു വോളിയത്തിൽ ഞാൻ എൻ്റെ വോയിസ് ഓവറിലാണ് ഞാൻ ഈ ഒരു വിശേഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ആസ്വദിക്കുക, ഈ രീതിയിൽ ആസ്വദിക്കുക. ഓക്കെ, പിന്നെ ഈ ഒരു പെർഫോമൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ അവരെ സമ്മതിച്ചേ പറ്റൂ കേട്ടോ. വല്ലാത്തൊരു എനർജറ്റിക് പെർഫോമൻസ് തന്നെയാണ് കേട്ടോ അവർ കാഴ്ചവെച്ചത്. ഇനി ലാസ്റ്റിലേക്ക് പോകും തോറും എനർജി ലെവൽ കൂടി വരുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് സത്യത്തിൽ അവിടെ നിന്ന് ഞാൻ ആ കാഴ്ച പകർത്തിയെടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ മൊബൈലൊക്കെ ഹരിയൻ്റെ കയ്യിൽ കൊടുത്ത് മെല്ലെ അവരുടെ കൂടെ കൂടിയാലോ എന്ന് എനിക്ക് തോന്നാതിരുന്നില്ല കേട്ടോ. എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നന്നായിട്ട്, എന്താ പറയുക, ഇങ്ങനെ നമുക്ക് പറയില്ലേ ഇങ്ങോട്ട് തരിച്ച് വരിക എന്ന് പറയില്ലേ എന്ന പോലെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇറങ്ങി കളിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ പൊതുവേ പാട്ടധികം അറിയില്ലെങ്കിലും ഡാൻസ് അധികം അറിയില്ലെങ്കിലും ഞാനൊന്ന് പാടാനും ആടാനൊക്കെ ശ്രമിക്കുന്ന ആളാണ് കേട്ടോ, കഴിയുന്നത് പോലെ. അപ്പോൾ സത്യമായിട്ടും ആ സമയത്ത് ഇറങ്ങി കളിക്കാൻ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പറ്റില്ലല്ലോ, ഇവരുടെ കൂടെ പ്രാക്ടീസ് ചെയ്യുകയും ഇതുപോലെ സെറ്റ് മുണ്ടും ഒക്കെ കൊടുത്തിട്ടല്ല ഞാൻ അവിടെ എത്തിയിരുന്നത്. അപ്പോൾ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, അതേ നമുക്ക് തൽക്കാലം ഇവിടെ നിന്നുകൊണ്ട് ഇത് ക്യാമറയിൽ ഇത് പകർത്തിയെടുക്കാം അല്ലേ. അപ്പോൾ എന്തായാലും ഇവരുടെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വല്ലാത്തൊരു എനർജറ്റിക് പെർഫോമൻസ് തന്നെയായിരുന്നു കേട്ടോ. എത്ര ദിവസം ഇവർ ഇതിൻ്റെ പുറകിൽ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട്, ഈ ഒരു 10-15 മിനിറ്റിന് വേണ്ടിയിട്ട് എത്ര ദിവസങ്ങൾ ഇവരിതിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ ഫലം അവർക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ഈ തിങ്ങിക്കൂടി നിൽക്കുന്ന ചുറ്റും, ഇത് മാത്രമല്ല കേട്ടോ, ചുറ്റുവശവും ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരിൽ നിന്നും മാക്സിമം സപ്പോർട്ട് ഇവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു സപ്പോർട്ട് ഇവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവരുടെ പെർഫോമൻസ് അത്രയ്ക്കും സൂപ്പറായിരുന്നു എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ എന്തായാലും നല്ലൊരു പെർഫോമൻസ് അവർ കാഴ്ചവെച്ചു. ഞാനും തന്നെ വളരെ ആഹ്ലാദപൂർവ്വം ആ കാഴ്ച പകർത്തിയെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിട്ടുപോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ ഈ തോട്ടിങ്ങൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ആദ്യകാലത്തൊക്കെ ഓലപ്പുരയിലായിരുന്നു അത്ര കേട്ടോ. ഓലപ്പുരയുടെ കീഴിലായിരുന്നു, അങ്ങനെയായിരുന്നു നമ്മുടെ ഈ ക്ഷേത്രം കേട്ടോ. ആ ഓലപ്പുരയിൽ നിന്നുമാണ് ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു എന്താ പറയുക, വാർത്ത് ആ രീതിയിലുള്ള ഒരു ബിൽഡിങ്ങിലേക്ക്, അങ്ങനത്തെ ഒരു സെറ്റപ്പിലേക്ക് നമ്മുടെ ക്ഷേത്രം വന്നിട്ടുള്ളത് എന്ന് മാത്രമല്ല, ഓലപ്പുര എന്ന് പറയുമ്പോൾ ആ സമയത്തുള്ള സെറ്റപ്പ് എന്താണെന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. അതിൽ നിന്നും ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടല്ലോ, നിങ്ങൾ ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടും അതിൻ്റെ മുൻവശവും എല്ലാം നിങ്ങൾ കണ്ടതല്ലേ. ആ ഒരു അവസ്ഥയിലേക്ക് അവിടുത്തെ ജനങ്ങളും അതുപോലെ തന്നെ തോട്ടിങ്ങൽ കുടുംബവും ഒക്കെയാണ് കേട്ടോ ഈ ക്ഷേത്രത്തിനെ ഇങ്ങനെ ഒരു പുരോഗതിയിലേക്ക് എത്തിച്ചത്. തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു ചൈതന്യവും അതല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പോസിറ്റീവ് എനർജി ആ തോട്ടിങ്ങൽ ഭാഗത്ത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അല്ലേ. അതുകൊണ്ടാണല്ലോ ആ ക്ഷേത്രം ഇങ്ങനെ പുരോഗതിയിലേക്ക് വന്നത്. ക്ഷേത്രം പുരോഗതിയിലേക്ക് വന്നാൽ, അതല്ലെങ്കിൽ ഏതാണെങ്കിലും, ക്ഷേത്രമാണെങ്കിലും പള്ളികളാണെങ്കിലും ഏതാണെങ്കിലും പുരോഗതിയിലേക്ക് വരുന്തോറും അതിനർത്ഥം ആ ഭാഗത്തുള്ള ജനങ്ങളും പുരോഗതിയിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണല്ലേ അതിൻ്റെ അർത്ഥം. എന്തായാലും നമ്മൾ വഴി മാറി പോകണ്ട. എന്തായാലും ഇവരുടെ പെർഫോമൻസ് എന്തായാലും സൂപ്പറായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ആ ഒറിജിനൽ സൗണ്ടിൽ എനിക്ക് കേൾപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ തോട്ടിങ്ങലുകാരോട് എന്തായാലും എനിക്ക് ഇപ്പോൾ വളരെയധികം സമാധാനമാണ് കേട്ടോ. കാരണം ഞാൻ ആ ഒരു വാക്ക് പാലിച്ചിരിക്കുന്നു. അതായത് അവരുടെ ആ ഒരു വിശേഷം, തൈപ്പൂയ മഹോത്സവ വിശേഷം ഞാൻ കൈമോശം സംഭവിക്കാതെ തന്നെ ഞാനത് പങ്കുവച്ചിരിക്കുന്നു. അതിൽ വളരെയധികം സന്തോഷം. ഇന്നലെ എനിക്ക് രാത്രി സത്യം പറഞ്ഞാൽ ഇത് അപ്ലോഡിംഗ് എല്ലാം കഴിഞ്ഞ് വീഡിയോ കണ്ട് എനിക്ക് കാരാകുറിശിയിൽ നിന്നും പല
ആളുകളുടെ ഭാഗത്തു നിന്ന് എനിക്ക് റിപ്ലൈ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ ഈ ഒരു വീഡിയോ കൂടി അവരിലേക്ക് എത്തുമ്പോൾ അവർ തീർച്ചയായിട്ടും കൂടുതൽ സന്തോഷിക്കുന്നു പ്രതീക്ഷിക്കുന്നു. കാരാകുറിശിക്കാരോടൊരു അപേക്ഷ, തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അതല്ലാതെ പേഴ്സണലായിട്ട് അറിയിക്കാൻ നമുക്ക് നമ്പറോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. തോട്ടിങ്ങൽ കുടുംബ ഒരു വീടാണ് കേട്ടോ നമ്മൾ കാണുന്നത്. അവിടെയുള്ള ജനങ്ങൾ നോക്കി നോക്കൂ, ആ പ്രദേശത്തുള്ള ജനങ്ങൾ മൊത്തം തടിച്ചു കൂടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ ഒരു ഇത് കഴിഞ്ഞ് ഞാൻ നിൽക്കുന്ന ഭാഗത്തൊക്കെ എൻ്റെയൊക്കെ പുറകിൽ ഒരുപാട് ജനങ്ങൾ ഇതുപോലെ തിങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരിലെയും ഈ കൂടി നിൽക്കുന്ന എല്ലാവരുടെയും കണ്ണുകളെ കുളിർമയണിയിപ്പിച്ചുകൊണ്ടാണ് കേട്ടോ നമ്മുടെ യുവതികൾ അവിടെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. യുവതികൾ എന്ന് പറയുന്ന കൂട്ടത്തിൽ അതിലെ കുറച്ചുകൂടി പ്രായമുള്ള ഒരു അമ്മ അല്ലെങ്കിൽ ചേച്ചി ഒക്കെ പറയാം അല്ലേ, കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചിലപ്പോൾ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടാവും. അവരുടെ പെർഫോമൻസ് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു കേട്ടോ. അവരും ഇവരോടൊപ്പം കിട്ട പിടിച്ച് നിൽക്കുക എന്ന് പറയില്ലേ, എന്ന പോലെ അവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ മുടി ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു കേട്ടോ. കാരണം എൻ്റെ ഈ പ്രായത്തിൽ എൻ്റെ മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോളിനൊപ്പം ഈ മൈഗ്രെയിൻ, തലവേദന, മൈഗ്രെയിൻ കൂടപ്പിറപ്പാണല്ലോ. അപ്പോൾ അത് ഈ തലവേദനയും ഒക്കെ ഉള്ളത് കാരണം, മൈഗ്രെയിൻ എന്നാണ് ഉദ്ദേശമൊക്കെ ഉള്ളത് കാരണം എന്താ പറയുക, എൻ്റെയൊക്കെ മുടി തോളൊപ്പം എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ആ അമ്മയുടെ മുടി ഇപ്പോഴും എന്തൊരു ഇറക്കത്തിലാണെന്നറിയോ. അമ്മ കളിക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി. എന്തായാലും ഈ വീഡിയോ അമ്മ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രത്യേകം അഭിനന്ദനങ്ങൾ എല്ലാവർക്കും, ഓരോരുത്തർക്കും ഇതിൽ പെർഫോം ചെയ്യുന്ന ഓരോരുത്തർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. കൂട്ടത്തിൽ ഒരു പ്രത്യേക അഭിനന്ദനം ആ അമ്മയ്ക്ക്, കാരണം നമ്മൾ ആ പ്രായത്തെ മാനിക്കണമല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ വീണ്ടും ഒരു അവസരം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും തോട്ടിങ്ങൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലൊന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇത്തരം ആൾത്തിരക്കൊന്നും ഇല്ലാതെ ക്ഷേത്രത്തിൻ്റെ ഒരു ചരിത്രം, ഇപ്പം എനിക്ക് അതിനെക്കുറിച്ചുള്ള ചരിത്രമൊന്നും കൂടുതലായിട്ട് അറിയില്ല. ചരിത്രം നമുക്ക് തീർച്ചയായിട്ടും ഒന്ന് അറിഞ്ഞ് മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ പെർഫോമൻസ് എല്ലാം നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ ഗാനമേള ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഗാനമേള കാണാൻ ഞങ്ങൾ നിന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തേക്കും ഈ ഒരു പരിപാടി കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും സമയം 10-10 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. പിന്നെ അതിന് ശേഷം ഗാനമേള, അതോടുകൂടി ഈ ഒരു അന്നത്തെ തൈപ്പൂയ മഹോത്സവം അവസാനിക്കുകയാണ് ഉണ്ടായത് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇവർ കളിച്ച് കയറുകയാണ് കേട്ടോ. കാണുന്നില്ലേ നിങ്ങൾ, അവരുടെ എനർജി ലെവൽ കൂടി വരികയാണ്. ഇനി അങ്ങോട്ട് കയറുന്തോറും അവരുടെ ആ പാട്ടുകൾ ഒന്നും കൂടെ സ്റ്റൈലിഷ് ആയിട്ടുള്ള പാട്ടുകളിലേക്ക് വരും. അതനുസരിച്ച് അവരുടെ പെർഫോമൻസും കൂടി വരുന്നുണ്ട്. എന്തായാലും ഒത്തൊരുമ എന്ന് പറയുന്ന അവരുടെ ആ ഒരു തോട്ടിങ്ങൽ നിവാസികളുടെ ഒത്തൊരുമ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം എന്തായാലും ഈ ഒരു ഡാൻസ് പെർഫോമൻസിൽ നമുക്ക് കാണാൻ സാധിച്ചു. ഇത്രയും ആളുകൾ, എല്ലാവർക്കും ഒരേ പോലെ ഒഴിവ് സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അവർ അത്രയും ഒഴിവ് സമയം ഉണ്ടാക്കി ഒത്തൊരുമിച്ച് ഈ ഒരു നിമിഷത്തിന് വേണ്ടി അവർ അത്രയും തീവ്രമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫലം അവർക്കിവിടെ കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് പറയാനല്ലേ. അപ്പോൾ എന്തായാലും കൂടുതൽ നീട്ടി വലിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ എന്താ പറയുക വിശേഷത്തിൽ, അതായത് ഇവരുടെ തൈപ്പൂയ മഹോത്സവ വിശേഷത്തിൽ ഞാൻ ഒരുവിധം എല്ലാം പറഞ്ഞതാണ്. പിന്നെ ആ വിശേഷം നിങ്ങളുമായിട്ട് പങ്കുവെച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞത്. അതായത് അവിടെയുള്ള മുതിർന്ന ആളുകൾ, ഒരുപാട് മുതിർന്ന ആളുകൾ ഈ ഓലപ്പുരയിലുള്ള ആ ഒരു ക്ഷേത്രത്തിനെ ഇന്ന് ഈ കാണുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് വരെ അവരൊക്കെ ഇതിൻ്റെ പുറകിൽ അഹോരാത്രം പ്രയത്നിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഒരു 2 വർഷമായിട്ടാണ് മുതിർന്ന ആളുകൾ അത് യുവാക്കൾക്ക് കൈമാറിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി അവർക്ക് കുറച്ചുകൂടെ സുഗമമാണ്. കാരണം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി, ഇനി ഈ ഒരു ക്ഷേത്രത്തെ കൂടുതൽ ഉന്നതിയിലേക്ക് എത്തിക്കാൻ അവർക്ക് ഒന്നുകൂടെ നന്നായിട്ട് പ്രയത്നിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു നല്ലൊരു പുരോഗമനത്തിലേക്ക് എത്താം. അതിനോടൊപ്പം തന്നെ ആ നാടും അല്ലേ. അപ്പോൾ ഇതുപോലുള്ള അടുത്ത വർഷത്തെ തൈപ്പൂയ മഹോത്സവം നമുക്ക് ഈശ്വരൻ അനുഗ്രഹം തരുവാണെങ്കിൽ, അങ്ങനെ അല്ലേ, നമുക്ക് ഭാഗ്യം വേണമല്ലോ. അങ്ങനെ ആ ഒരു ഭാഗ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വരുന്ന വർഷത്തെ തൈപ്പൂയ മഹോത്സവം നമുക്ക് പോയി കാണാനും തൊഴാനും ഇതുപോലെ കാഴ്ചകളൊക്കെ പകർത്തിയെടുക്കാനും ഒക്കെ സാധിക്കട്ടെ. വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനും എല്ലാം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കേട്ടോ, അവർ അടിച്ച് കയറുവാണേ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെ അവരുടെ ആ ഒരു എനർജി ലെവൽ കൂടി വരികയാണ്. കാരണം അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ എനർജി ലെവൽ അതിനനുസരിച്ച് കൂടി വരുന്നുണ്ട്. പിന്നെ എന്തായാലും
കാരാകുറിശി തോട്ടിങ്ങൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിൻ്റെ വിശേഷങ്ങൾ ഇത് ഏകദേശം ഇത്രയൊക്കെയാണ്. മുഴുവനായിട്ട് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിച്ചില്ലെങ്കിലും അതിൽ ഏകദേശം കുറേ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു വിശേഷവുമായിട്ട് നമുക്ക് കാണുന്നത് വരേക്കും തൽക്കാലം വിട പറയാം. അതിനു മുമ്പ് എല്ലാവരോടുമായി പറയുകയാണ്, അതായത് ഈ ഒരു കുഞ്ഞു HR ഫാമിലി എന്ന നമ്മുടെ ഈ ഒരു കുഞ്ഞു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, ഈ ഒരു ഫാമിലിയെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുക, കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടത്തിൽ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഷെയർ ചെയ്യുക. ഓക്കെ, അത്തരം സഹകരണങ്ങൾ, സപ്പോർട്ടുകൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ അത്തരം സപ്പോർട്ടുകൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇതുപോലുള്ള വിശേഷങ്ങൾ കൂടുതൽ പകർത്തിയെടുക്കാനും അതൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനും നമുക്ക് സാധിക്കൂ. എന്ന് മാത്രമല്ല അതിനുള്ള ഒരു ഒരു പ്രോത്സാഹനം അപ്പോഴാണ് നമുക്ക് കിട്ടുക. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം ഇപ്പോൾ വിട പറയുകയാണ്. കൂട്ടത്തിൽ കാരാകുറിശി തോട്ടിങ്ങൽ നിവാസികളോടും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ കഴിഞ്ഞ വിശേഷം പങ്കുവെച്ചതിൽ പറഞ്ഞതുപോലെ ചെറിയൊരു മാപ്പ് പറഞ്ഞുകൊണ്ട്, ഇത്രയും വൈകിച്ചതിന് ഒരു മാപ്പ് വീണ്ടും പറഞ്ഞുകൊണ്ട് തൽക്കാലം വിട പറയുന്നു. അപ്പോൾ എന്തായാലും നമുക്കിതാ കഴിയാറായിട്ടോ, അവരുടെ പെർഫോമൻസ് ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അവസാന ഭാഗം കൂടെ കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പിരിയാം അല്ലേ. നല്ല രീതിയിൽ തന്നെ അവർ പെർഫോം ചെയ്ത് വരികയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് പേര് അതിലത്തെ മാറി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവരുടെ മാത്രം ചാൻസ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇതോടുകൂടി പെർഫോമൻസ് കഴിയുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കാരാകുറിശി തോട്ടിങ്ങൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവ വിശേഷങ്ങൾ എല്ലാവരും കണ്ടു ആസ്വദിച്ചു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എന്തായാലും തൽക്കാലത്തേക്ക് വിട, വീണ്ടും കണ്ടുമുട്ടുന്നത് വരേക്കും. ഓക്കെ, ബൈ.